ഉപവാസത്തിന്റെ പ്രാധാന്യം, എപ്പോൾ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കണം, ഉപവാസത്തിന്റെ ആവശ്യകത. ഉപവാസത്തെ കുറിച്ച് പല ധാരണകൾ ആളുകൾക്കുണ്ട്. സ്തോത്രം. ദൈവവചന പ്രകാരമുള്ള ഉപവാസം, ദൈവവചന പ്രകാരം അല്ലാത്ത ഉപവാസങ്ങളും ഉണ്ട്. വേദപുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അനാവശ്യമായ ഉപവാസങ്ങൾ എപ്പോഴും അപകടകരമാണ്. ഞാൻ ആൻഡമാൻസിലായിരുന്ന സമയത്ത് ഒരു ദേവദാസൻ, അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ഒരു 6 ദിവസം ഫാസ്റ്റിംഗ്, അസ്ഥികൂടമായി. ഞാനൊരു ദിവസം ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, നീ വേഗം ചെന്ന് ആ ദൈവദാസനോട് ഉപവാസം നിർത്തുക എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശീലമായി പോയി, അത് നിർത്താൻ പറ്റത്തില്ലെന്ന്. എന്തിനു പറയുന്നു? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ ദാസനോട് കരുണ കാണിക്കണം. അപ്പോ ആ നിയോഗത്തിന്റെ തലം മാറിയിട്ട് ഏറ്റവും കൂടുതൽ ഉപവസിക്കുന്ന ആളായിട്ട് എനിക്ക് മാറണം എന്നുള്ളൊരു തെറ്റായ ചിന്ത വന്നിട്ട് ആ ഉപവാസം വേറൊരു റോങ് വേയിലേക്ക് പോകാനിടയായി. അങ്ങനെ അദ്ദേഹം ആ ഫാസ്റ്റിങ് നിർത്താനിടയായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിയോഗം ലഭിച്ചിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ആദ്യം നിയോഗം ഉണ്ടായിരുന്നു, ഇപ്പൊ നിയോഗമില്ല, ഇപ്പൊ അതൊരു വിളക്കവായച്ചു, അത് ശീലമായി. അങ്ങനെയുള്ള ഉപവാസങ്ങൾ ഗുണത്തെക്കാൾ ദോഷം ചെയ്യും. പരീശന്മാരുടെ ഉപവാസം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവർക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള ഫാസ്റ്റിംഗ് ആണ്. ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ള വരുത്തി തീർക്കാനുള്ള ഒരു ട്രഡീഷണൽ ഫാസ്റ്റിംഗ്, അതും കർത്താവ് വിമർശിക്കുന്നു. മറ്റൊരു ഉപവാസം നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ച തൊട്ട് ചിന്തിക്കാനിടയായി തീർന്നു, ചതിവിന്റെ ഉപവാസം അഥവാ ഇസബേലിന്റെ ഉപവാസം. ഇസബേൽ ക്രമീകരിച്ച ഫാസ്റ്റിംഗിന്റെ ലക്ഷ്യം ദൈവദാസനായ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന നാബൂത്തിനെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഫാസ്റ്റിംഗ് ആണ്. അവരുടെ ആ തന്ത്രം ഫലിച്ചതായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും താൻ മരിച്ച ഉടനെ സ്വർഗീയ കേസ് ഫയൽ ചെയ്തു. അറിയാം, ചില കേസുകൾ ആരും ഏറ്റെടുത്തില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ സ്വർഗം സ്വമേധയാ കേസ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എൻ്റെ കർത്താവിന്റെ മക്കളോട് പറയട്ടെ, നിനക്ക് ചെയ്യാൻ കഴിയാത്ത, നിന്റെ വിഷയം ആരും ഏറ്റെടുക്കാൻ ഇല്ലാത്ത ഒരു സന്ദർഭത്തിന്റെ തലത്തിലാണ് നിങ്ങൾ പെട്ടുപോയതെങ്കിൽ, ന്യായമായി എടുക്കേണ്ട കേസ് ആണെങ്കിൽ ദൈവം അതെടുത്തിരിക്കും. ചേർന്നൊരു ആമീൻ നിങ്ങൾക്ക് പറയാമല്ലോ അല്ലെ? യെസ്. ദാവീദ് പറഞ്ഞത്, നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. മറ്റൊരു ഫാസ്റ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 23-ാമത്തെ അധ്യായം. സ്തോത്രം. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. അപ്പോസ്തല ബുക്ക് ഓഫ് ആക്ട്സ് 23:12. അവിടെ 13-ാം വാക്യത്തിൽ കാണുന്നത് ഒരു 40 പേർ ഉപവാസം. അവര് കഠിനമായ ഫാസ്റ്റിങ്ങിന് വേണ്ടിയാണ് അവര് തയ്യാറെടുക്കുന്നത്. എന്താണ് ഫാസ്റ്റിങ്? അപ്പോസ്തല പ്രവൃത്തി 23-ന്റെ 12-ാം വാക്യം. നേരം വെളുത്തപ്പോൾ വായിച്ചാട്ടെ. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. അടുത്തത്, ഈ ശപഥം ചെയ്തവർ 40-ൽ അധികം പേർ ആയിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു.
ശ്രദ്ധിച്ച്, 40 പേർ ഫാസ്റ്റ് ചെയ്തിരിക്കുക. അവര് ഡിക്ലെയർ ചെയ്തു അവരുടെ ഫാസ്റ്റിങ്ങിന്റെ എന്താ അവരുടെ ലക്ഷ്യം? പൗലോസിനെ കൊല്ലുക. കൊല്ലണം. ഇങ്ങനെ 40 പേർ ഗ്യാങ് കൂടി ഫാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു. 11-ാം വാക്യം വായിക്കണം. രാത്രിയിൽ കർത്താവ്, എല്ലാവരും കർത്താവ് അവന്റെ അടുക്കൽ വന്നു, ധൈര്യമായിരിക്കുക. നീ എന്നെ കൊല്ലുക. chapter 23 verse 11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. Praise God. ധൈര്യമായിരിക്കുക. It's a നീ എന്നെ കുറിച്ച് working under, planning to kill him. Praise God. ആ സത്യം വെളിപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാ. അതിനു മുൻപ് ആമേൻ, മിഡ്നൈറ്റ് ആയപ്പോൾ കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അവന്റെ കൂടെ അങ്ങ് നിൽക്കുക. Praise God. Hallelujah. ഗ്യാങ് കൂടി ഒരു ദൈവപുരുഷന്റെ മിനിസ്ട്രി തകർക്കാൻ, അവന്റെ ഹോൾ ലൈഫ് തകർക്കാൻ ടീമായി അവര് ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യുമ്പോൾ, നന്മയ്ക്കുള്ള ഫാസ്റ്റിംഗ് അല്ല, ബ്ലെസ്സിങ്ങിനുള്ള ഫാസ്റ്റിംഗ് അല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള ഫാസ്റ്റിംഗ് അല്ല, ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ള ഫാസ്റ്റിംഗ് അല്ല, റോങ് ഡിസയറിന് വേണ്ടിയുള്ള ഫാസ്റ്റിംഗ്, റോങ് ഡിസിഷൻ ഫുൾഫിൽമെന്റ് ചെയ്യുവാനുള്ള ഫാസ്റ്റിംഗ്. അവരെല്ലാം പരീശന്മാരും സദൂക്യരുമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതായത് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെല്ലാം ന്യായപ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചർച്ചിനുള്ളിൽ ഉള്ള ആത്മീയരെന്ന് സ്വയം പറയുന്ന അനാത്മീയർ. സ്തോത്രം. ആത്മീയരെന്ന് പറയുന്ന കപടഭക്തർ, ആത്മീയരെന്ന് പറയുന്ന ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും വിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ എന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ. പക്ഷേ കർത്താവ് രാത്രി വന്ന് പൗലോസിന്റെ അരികിൽ നിന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ധൈര്യമായിരിക്കാം. സൗരങ്ങളെ, കർത്താവ് ധൈര്യമായിരിക്കാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് പേടിക്കേണ്ട കാര്യം. നീ ധൈര്യമായിരിക്ക എന്ന് വേറൊരു വ്യക്തിയിലൂടല്ല ഇവിടെ മെസ്സേജ് പറയുന്നത്. ഡയറക്റ്റ് ഇറങ്ങി വന്നിട്ട് ദൈവം സംസാരിക്കുക. ഇന്ന് രാത്രി എത്ര പേർ കർത്താവേ നിന്നിൽ ഞാൻ ധൈര്യപ്പെടുന്നു എന്ന് പറയാമോ നിങ്ങൾക്ക്? യെസ്. ധൈര്യപ്പെടുത്താനുണ്ടെങ്കിൽ, നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിനറിയാം ഇങ്ങനെ ഒരു ടീം എഴുന്നേൽക്കും കൊല്ലാൻ വേണ്ടി. പക്ഷെ അത് നേരത്തെ അറിഞ്ഞ് കർത്താവ് അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്താണ്? നീ യെസ് വായിച്ചാട്ടെ. എന്നെ യെരൂശലേമിൽ റോമയിലും സാക്ഷി. ഇവിടെ എന്താ ദൈവം പൗലോസിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? മോനെ, ഇവിടം കൊണ്ട് നിന്റെ പരിപാടി തീരത്തില്ല. നിന്നെ ഞാൻ പോവുകയാണ്, എന്റെ സാക്ഷിയാകാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ നീ നിൽക്കേണ്ട പ്ലാറ്റ്ഫോമുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ എവിടൊക്കെ ഉപയോഗിക്കണം എന്നുള്ള പ്ലാനിങ്ങിന്റെ ആ ഷീറ്റ് എന്റെ കയ്യിൽ. അത് കീഴിലുള്ള ഒരു ഭരണാധികാരിക്കും പറ്റില്ല, ഒരു പരീശനും പറ്റില്ല, ഒരു ന്യായശാസ്ത്രിക്കും പറ്റില്ല, ഒരു മഹാപുരോഹിതനും പറ്റില്ല. കാരണം നീ എന്റെ കയ്യിൽ ഉള്ളെങ്കിൽ വരച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ ഓമനത്തോതിൽ വിളിച്ചിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഈ ദൈവം കഴിഞ്ഞതിന് ശേഷമാണ് പൗലോസ് ഈ വിവരം അറിയുന്നത്. കൊല്ലാൻ വേണ്ടി 40 പേര് ഉപവസിക്കുക. Praise the Lord. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രതികൂലത്തിനെതിരെയുള്ള ആത്മാവിന്റെ അധികാരം സ്തോത്രത്തോടെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും?
യേശുവിന്റെ നാമത്തിൽ നിയോഗത്താൽ എടുക്കുന്ന ഉപവാസം അതിന്മേൽ ശ്രേഷ്ഠത പ്രാപിക്കും, തകർച്ച പ്രാപിക്കത്തില്ല. നോക്കുക, ശത്രുക്കൾ മോചിക്കുന്നു പൗലോസിനെ കൊല്ലാൻ. എന്നാൽ പൗലോസ് ഒരു ഉപവാസത്തിലാണ് നിയോഗം പ്രാപിച്ച് ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് പറഞ്ഞു വേർതിരിക്കപ്പെട്ടത് എന്ന് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ദൈവാത്മാവ് തന്നോട് പറഞ്ഞതനുസരിച്ച് താൻ ഫാസ്റ്റിങ്ങിന് പോയി ഇരുന്ന് അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ആ നിയോഗം അനുസരിച്ച് 14-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 23-ാം വാക്യത്തിൽ കാണുന്നത് സഭയിലെ മൂപ്പന്മാരെ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കുവാൻ ഇവരെ വേർതിരിക്കുവാൻ ദൈവാത്മാവ് ഡയറക്റ്റ് പറഞ്ഞതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 14-23 നമ്മൾ അങ്ങനെ വായിക്കുന്നു. അപ്പോ പൗലോസ് എത്ര പ്രാവശ്യം ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. തനിക്ക് ദൈവസന്ദർശനം ഉണ്ടായ ആ ദിവസം മുതൽ തൊട്ടടുത്ത 3 ദിവസം വരെ താൻ ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. താൻ അവിടെ അന്ധനായി അവിടെ ഇരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് വേർതിരിക്കപ്പെടുന്നതിന് മുമ്പുള്ള അന്ത്യോക്യയിലെ ആളുകൾ ഒരുമിച്ചിരുന്നുള്ള ഫാസ്റ്റിങ്ങിൽ നമ്മൾ അത് കാണുന്നുണ്ട്. പൗലോസിനെ കുറിച്ച് ചില കാര്യങ്ങളുടെ എനിക്ക് ഓർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ 7 പേരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസിന്റെ ഭവനത്തിലേക്ക് പൗലോസ്ലീഹ ചെല്ലുമ്പോൾ പ്രവചിക്കുന്ന 4 പെൺമക്കൾ അവിടെയുണ്ട് ഫിലിപ്പോസിന്. പക്ഷേ യഹൂദയിൽ നിന്ന് അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് പ്രവചിക്കുക. നോക്കുക, വീട്ടിലുള്ള പെൺകുഞ്ഞുങ്ങൾ ദൂതൊന്നും പറഞ്ഞില്ല പൗലോസിനോട്. പക്ഷെ ഒരുവനെ അയച്ചു, തന്റെ അരക്കച്ച എടുത്ത് കെട്ടിയിട്ട് പറഞ്ഞു, താനിങ്ങനെ ബന്ധിക്കപ്പെട്ടവനായി പോകും. എല്ലാരും കരഞ്ഞു, പൗലോസ് നീ പോകണ്ട. തന്റെ ദൂത് കേട്ടപ്പോൾ താൻ പറഞ്ഞ വാക്കുകൾ എത്ര ശ്രദ്ധേയമാണെന്നറിയാമോ? താൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് യേശു ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല. താൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. താൻ പറഞ്ഞു 13-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയെ. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, നോക്കിക്കേ, എത്ര മഹത്തായ ഒരു മെസ്സേജാണ് നമ്മുടെ അവിടെ കാണുന്നത്. എത്ര വലിയ ആഴമായ ഒരു സമർപ്പണമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. കർത്താവിന് വേണ്ടി അറസ്റ്റിലാകാൻ മാത്രമല്ല, പ്രൈസ് ഗോഡ്, യേശുക്രിസ്തുവിന് വേണ്ടി മരിപ്പാൻ കൂടെ. 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെടുമ്പോൾ ഭക്തന്മാര് പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായി സമർപ്പിക്കുന്നതിനുപരിയായി ക്രിസ്തുവിന് വേണ്ടി മരിപ്പാനുള്ള സമർപ്പണമായിരുന്നു എല്ലാവർക്കും എന്നാണ്. ആമേൻ. 1-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രൈസ് കൊടുക്കാൻ, ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ആമേൻ, കൂട്ടായ്മയിൽ കർത്താവിന്റെ ആ സഹിത്വത്തെ ലോകത്തോട് അറിയിക്കുന്നതിൽ അവരുടെ പ്രാണനെ വെച്ചു കൊടുക്കാൻ പോലും ഉള്ള സമർപ്പണം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. യേശുക്രിസ്തുവിന് വേണ്ടി അറസ്റ്റിലാകാൻ മാത്രമല്ല, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി മരിപ്പാനും കൂടെ ഒരുങ്ങിയിരിക്കും. നമ്മുടെ സമർപ്പണത്തെ നമ്മള് പരിശോധിക്കുമോ? നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തന്നാൽ ദൈവം എത്ര നല്ലവനാണ് എന്ന് നമുക്ക് തോന്നും. നമ്മുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലതാമസമോ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നടക്കാതെയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായുള്ള ദൈവത്തോടുള്ള അടുപ്പത്തിന് അവിടെ ഒരു ചെറിയ വിള്ളല് വരാറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ചില കാര്യങ്ങൾ നമ്മുടെ സമയത്ത് നടന്നില്ല എന്നതിനാൽ, ആഗ്രഹിച്ച ഇതുപോലെ നടന്നില്ല എന്നതിനാൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. കാരണം അതിനേക്കാൾ മെച്ചമായ ഒരു പ്ലാൻ, അതിനേക്കാൾ അതിശ്രേഷ്ഠമായ ഒരു പ്ലാൻ ഉണ്ട്. ആമേൻ.
ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കായി ഏൽപ്പിച്ചു കൊടുത്തവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തെറ്റായ ഫാസ്റ്റിങ്ങുകളെ നമ്മൾ തിരിച്ചറിയുകയും ഫാസ്റ്റിങ്ങിനെ ശരിയായ തലത്തിൽ നമ്മൾ മനസ്സിലാക്കി പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ മുഖം വാടരുത്, വാടിയ മുഖം കാണിക്കരുതെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മത്തായി നിങ്ങൾക്ക് റെഫറൻസുകൾ കുറിച്ചെടുക്കുക. മത്തായി 6-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം. അവർ ഉപവസിക്കുന്നത് എന്തിനാണ്? മനുഷ്യർക്ക് കാണേണ്ടതിന്. അവരുടെ മുഖം വിരൂപമാക്കുന്ന, അയ്യോ ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ആണ്, അയ്യോ ആ ഇരിപ്പ് കാണുമ്പോഴേ നമുക്കറിയാം, അയ്യോ ഇന്ന് ഫാസ്റ്റിംഗ് ആണോ എന്ന് ചോദിക്കണം ആളുകൾ. ആ പരുവത്തിൽ നമ്മൾ ഇരുന്ന് കൊടുക്കും. അങ്ങനെയല്ല. പ്രൈസ് ലോർഡ്. നീ ഫാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നന്നായിട്ട് തലയിൽ എണ്ണ തേച്ച് മുഖമൊക്കെ കഴുകണം. 18-ാം വാക്യത്തിൽ കാണുന്നത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് പ്രതിഫലമുള്ള കാര്യമാണ്. അവിടെ കർത്താവ് പറയുന്നത് എന്താണ്? അത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നമ്മള് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ റെഫറൻസ് കുറിച്ചെടുത്താൽ നന്നായിരിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫാസ്റ്റ് ചെയ്യുവാൻ ജനം വൈകിപ്പോയി എന്നുള്ളൊരു ആശയമാണ് നമ്മൾ അവിടെ കാണുന്നത്. കർത്താവ് അരുളി ചെയ്യുകയാണ്, എന്ത്? ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും വിലാപത്തോടും പിന്നെ നെടുവീർപ്പോടും പിന്നെ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിച്ചു വരുവീൻ. അവിടെ തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ വസ്ത്രമൊക്കെ കീറിയത് മതി, ഇനി നിങ്ങൾ എന്താ കീറേണ്ടത്? ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയം കീറണം. ഇങ്ങനെ സ്തോത്രം, വിലാപത്തോടെ നെടുവീർപ്പോടെ നിങ്ങൾ ഇപ്പോഴെങ്കിലും എന്ന് പറയുമ്പോൾ, പണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം മരിച്ചുപോയി, എത്ര നേരത്തെ വരണമെന്ന് പറഞ്ഞാലും പുള്ളി താമസിച്ചേ വരത്തും. ഇപ്പൊ ഞങ്ങൾ ആൻഡമാൻസിന് പോവുക, കപ്പലിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് തോന്നിയ ഒരു സാധനം കൂടെ മേടിക്കാനുണ്ടെന്ന്. കപ്പലിൽ കയറി സൈറിനടിച്ചു, ഏണിയും അതിന്റെ സീഡിയും മാറ്റി കഴിഞ്ഞപ്പോ കൊണ്ട് പുള്ളി സാധനം കൊണ്ടുവന്നു. അയ്യോ, അന്നത്തെ കാലത്ത് ഒരു ചീപ്പ് പേഴ്സൺ നമ്മുടെ വിശ്വാസിയായ ഒരു പ്രിയപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഞാന് കയറിയ പറഞ്ഞിടൂ, കപ്പലിന്റെ ഏണി വരെ എടുക്കുന്നിടം വരെ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും വൈകിപ്പോകുന്നു നമ്മൾ ഉപവസിക്കാൻ. എങ്ങനെ? മറ്റൊരാൾ ഉപവസിച്ചത് കൊണ്ട് ഉപവസിക്കണമെന്നല്ല, ഉപവസിക്കേണ്ടത് എങ്ങനെയെന്ന് പിന്നാലെ ഞാൻ പറയാം. സ്തോത്രം. ഇവിടെ ഉപവസിക്കുമ്പോൾ അവിടെ വിലാപം, പിന്നെ നെടുവീർപ്പ്, പിന്നെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് വരണം. അപ്പൊ നമ്മൾ ഉപവസിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ട്രാക്കിൽ നിന്ന് ദൈവത്തിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വരിക. ഒരു പ്രിയപ്പെട്ടവനായിട്ട് സംസാരിക്കും പറയായിരുന്നു, എന്റെ പാസ്റ്റേ, പാളത്തേലാണെങ്കിൽ 100 പേര് തള്ളിയ ട്രെയിൻ ഇച്ചിരി നീങ്ങിന്ന് വരും. പക്ഷേ ട്രാക്കിന്ന് ആ ട്രെയിൻ മാറി മണ്ണിലാണെങ്കിൽ 1 മില്യൺ ആളുകൾ തള്ളിയാലും നീങ്ങത്തില്ല, ഈ ട്രെയിൻ താഴത്തേ ഉള്ളൂ. എത്രയോ പരമാർത്ഥമായ ഒരു സത്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ ട്രാക്കിലേക്ക് നാം തിരിച്ചു വരേണ്ടതിന് വേണ്ടിയാണ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. നമ്മള് അതുകൊണ്ട് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായം 23-ാം വാക്യം, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. യെസ്. അപ്പോൾ അവരുടെ യാത്രയ്ക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർപ്പിച്ചതാണ്, 900 മൈല്, ഏതാണ്ട് 1250 പരം കിലോമീറ്ററുകൾ അവർക്ക് നടക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ അവരുടെ യാത്രയുടെ ക്രമീകരണത്തിനായി ഉപവസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
പ്രൈസ് ഗോഡ്. അപ്പൊ ഇനി നമ്മൾ എന്തിനാണ് ഫാസ്റ്റ് ചെയ്യുന്നത്? യെസ്, ഫാസ്റ്റ് ചെയ്യുന്നതിന് പിറകിൽ പല ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ജയകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഉപവാസം അനിവാര്യമാണ്. ആമേൻ. ഉപവാസം അനിവാര്യമാണ്. എന്തിന്? ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ഉണ്ടാകാൻ, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായും ഉപവാസം നമുക്ക് വളരെ മനസ്സിലാക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങളുടെ പുസ്തകം 9-ാമത്തെ 1-2 വാക്യങ്ങൾ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദാനിയേലിന്റെ ഫാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അവിടെ കാണും. എന്താണ് താനെ ഫാസ്റ്റ് ചെയ്യുന്നത്? തിരുവെഴുത്ത് മനസ്സിലാക്കിയ ഉപവസിക്കുക, ദൈവവചനം മനസ്സിലാക്കി ഉപവസിക്കുക. ദാനിയേലിന്റെ ഫാസ്റ്റിംഗ് ലൈഫിനെ കുറിച്ച് നമ്മള് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദാനിയേലിന്റെ ഫാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേകത, ആദ്യം താന് ഉപവസിച്ചത് ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചാണ് താൻ ഉപവസിച്ചത്. എന്താണ്? തനിക്ക് അശുദ്ധി ഭവിക്കാതിരിക്കാൻ, അശുദ്ധി ഭവിക്കാതിരിക്കാനായിട്ട് താനെ രാജസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ട് മാസ്റ്ററെ. മ്യൂട്ടാക്കി കേക്കട്ടെ എല്ലാം. മ്യൂട്ടാക്കുക. യെസ്, എല്ലാരും മ്യൂട്ട് ചെയ്യാമോ? ഇപ്പോൾ ക്ലിയർ ആയോ? ഒരാള് ഇപ്പോൾ ക്ലിയർ ആയോ? നോ ഹാൻഡ് ക്ലിയർ ആയോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നേരത്തെ അലാർട്ട് ചെയ്യേണ്ടതായിരുന്നല്ലോ. ഓക്കെ, സാരമില്ല. ഇന്ന് നമ്മള് ദാനിയേലിന്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച്, ദാനിയേൽ ഫാസ്റ്റ് ചെയ്തതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ഇന്നൊന്ന് അവലോകനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാനിയേലിന്റെ ആദ്യത്തെ ഫാസ്റ്റിംഗ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് കാണുന്നുണ്ട്. മെസ്സ്, രാജസന്നിധിയിലുള്ള മെസ്സാണ് അവർക്ക് അനുവദിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് എല്ലാം വിജയകരമായി അവരെ ഇലക്ട് ചെയ്യുന്നു. കൽദേരുടെ ഭാഷ പഠിക്കണം, സംസ്കാരം പഠിക്കണം. രാജസന്തതിയിൽപ്പെട്ടവരാണ് ഇവര്, കുലീനന്മാരായ ആളുകളാണ്, ഇവരെ ഇലക്ട് ചെയ്തു. അപ്പൊ ഇവര് ജ്ഞാനം ഉള്ളവരായി മാറേണ്ടതിന് അതിനുള്ള വിദ്യകളൊക്കെ പഠിക്കണം. ഭാഷയിൽ നിപുണത ഉണ്ടാകേണ്ടതിന് ഭാഷ പഠിക്കണം. രാജസന്നിധിയിൽ കൊണ്ടു നിർത്തുമ്പോൾ അവര് നല്ല ആരോഗ്യപുഷ്ടിയുള്ളവരായിരിക്കണം, ഫിസിക്കലി അവർ ഫിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് ആ ലെവലിലുള്ള ഫുഡാണ്. നമ്മളാണ് എന്നെ പറഞ്ഞേനെ, സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് ക്യാൻസൽ ആയപ്പോ ചെന്നൈയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടാവും. അപ്പോൾ കൂടെ ചിലരുണ്ട്. അപ്പോ എല്ലാ രാജ്യത്തിന്റെയും ഫുഡ് അവർക്ക് കഴിക്കാം. എല്ലാരും മ്യൂട്ട് ചെയ്താൽ കൊള്ളാം, മ്യൂട്ട് ചെയ്യാത്തവരോട് ഒന്ന് മ്യൂട്ട് ചെയ്താട്ടെ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പൊ കൂടെ എന്നൊരു ദേവദാസൻ പറഞ്ഞു, എന്റെ പൊന്ന സഹോദരി, ഇത് അങ്ങനെയുള്ളതല്ല, ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ എന്ന് പറഞ്ഞ മാതിരി ചില സ്ഥാനത്ത് നമ്മള് ചിന്തിക്കും, ഇത് ദൈവം ഒരുക്കിയതാണ്. പക്ഷേ ദൈവമക്കളെ, നീ ഭക്ഷണപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ച് കൊടുക്കാമെന്ന് നമ്മള് വചനത്തിൽ വായിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത്
താൻ ഒരു ഡിസിഷൻ എടുക്കുന്നു. തന്റെ ഉള്ളിലെ ഡിസയർ ഇതാണ്. 8 പേർക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൽ കാണുന്നു, രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് ഒരുക്കിയിരിക്കുന്ന ആ വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ പാർട്ടി കൂടുമ്പോൾ വൈൻ കുടിക്കുന്നവരുണ്ട്, ബിയർ കുടിക്കുന്നവരുണ്ട്. പല പ്രോഗ്രാമുകളിൽ ആളുകളുടെ ഇൻവിറ്റേഷൻ വരും, സമ്മർദ്ദം, നിർബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പണ്ട് സൗദിയിൽ ചെന്നപ്പോ സൗരന്മാരെല്ലാം കൂടെ ഗോതമ്പിൽ നിന്നുണ്ടാക്കിയ ബിയറും കൊണ്ട് എല്ലാരും കൂടെ കുടിക്കുക. അപ്പൊ എന്റെ അടുക്ക് വന്ന്, പക്ഷേ ഇത് മദ്യമൊന്നുമല്ല, ക്ഷീണം മാറാൻ നല്ലതാ. ഞാൻ പറഞ്ഞു, ഐ ഫിയർ മൈ ഡിയർ ദിസ് ബിയർ എന്ന് പറഞ്ഞേച്ച് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു. സൗകര്യങ്ങളെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ സാത്താൻ അനുവദിക്കരുത്. നീ ദാനിയേലാണോ അല്ലയോ എന്നറിയുന്നത് രാജവിരുന്നിലാണ്. ആമേൻ. നീ ദാനിയേലാണോ? ദൈവത്തിന്റെ മനുഷ്യനെ കാണുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. മെഗാ ഓഫറിൽ നീ നിഷേധിച്ചത് കൊണ്ട് നിന്റെ തലയൊന്നും അവിടെ പോകത്തില്ല. മെസ് മാനേജർ പറഞ്ഞു, എന്റെ തല വെട്ടാനുള്ള പണിയാ നീ ഒപ്പിക്കുന്നത്. അപ്പൊ ദാനിയേൽ പറഞ്ഞു, പേടിക്കണ്ട, ടെസ്റ്റ് ഇട്ടോ 10 days. 10 days കഴിഞ്ഞപ്പോൾ രാജഭോജനം കഴിക്കുന്നവരെക്കാൾ ബെറ്ററായി മാറി. അപ്പോൾ ദാനിയേലിന്റെ ആദ്യത്തെ ഫാസ്റ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഫാസ്റ്റിംഗ് ആയിരുന്നു. സ്തോത്രം. ആ ഫാസ്റ്റിംഗ് പിന്നീട് 4 പേരടങ്ങുന്ന ഒരു സെൽ ഗ്രൂപ്പ് ആയിട്ട് മാറി. ഹലോ, ദൈവത്തിന് വേണ്ടി ആയിരിക്കുന്ന ദേശത്ത് തീഷ്ണതയോടെ നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ആ 4 പേരിൽ ഒരുവനായ ദാനിയേലാണ് നിങ്ങളെങ്കിൽ, ഒരു ശദ്രക്കിനെ നിങ്ങൾക്ക് കൂടെ പ്രതീക്ഷിക്കാം, ഒരു മേശക്കിനെ കൂടെ പ്രതീക്ഷിക്കാം, ഒരു അബേദ്നെഗോഗിനെ കൂടെ പ്രതീക്ഷിക്കാം. സേ ആമേൻ. ആണാകട്ടെ പെണ്ണാകട്ടെ, എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ആക്കിയ സ്ഥലത്ത് നമ്മെ വിടുവിച്ച ദൈവത്തെ, വീണ്ടെടുത്ത ദൈവത്തെ, വിളിച്ച് വേർതിരിച്ച് ആക്കി വച്ചിരിക്കുന്ന ദൈവത്തെ സാക്ഷീകരിക്കാൻ ചില ക്രൂഷ്യൽ ടൈം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിനെ ഭയന്ന് നിങ്ങൾ പുറകോട്ട് പോകാനല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അവിടെ നിർത്തി മാനിക്കും, നിശ്ചയം തന്നെയാണ്. സ്തോത്രം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കാൻ ദേശത്ത് ഒരാളുണ്ടെങ്കിൽ അവനോടൊപ്പം കാഴ്ചപ്പാടുള്ള പലരെയും കർത്താവ് നിങ്ങൾ അറിയാതെ കൂട്ടിച്ചേർക്കുമെന്നതാണ്. അതുകൊണ്ട് ആ ആരംഭത്തെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലിയ ഒരു പ്രവാചകനാക്കി മാറ്റുകയാണ്. ദാനിയേൽ അറിഞ്ഞില്ല തന്റെ ഈ പ്രാർത്ഥനാ ജീവിതം ഒരു വലിയ പ്രവാചക ശുശ്രൂഷയിലേക്ക് ദൈവം തന്നെ നയിക്കുകയാണ്. താൻ ജോലിയൊന്നും റിസൈൻ ചെയ്തില്ല. അതായത് വേറൊരു കാര്യം, ഓരോരുത്തരുടെ വിളി അനുസരിച്ച്. നിങ്ങൾക്കറിയാമല്ലോ, തിരുവഴുത്തിൽ നമ്മൾ കാണുന്നത് ദാനിയേല് അതെ 4 രാജാക്കന്മാരുടെ കാലഘട്ടം വരെ. ആദ്യം ദാരിയാവേശിനെ നമ്മൾ കാണുന്നു, പിന്നെ നെബൂഖദ്നേസറിനെ കാണുന്നു, പിന്നെ ബെൽത്ശസ്സറിനെ കാണുന്നു, പിന്നെ കോരശിനെ കാണുന്നു. നോക്കുക, 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, ഞാൻ ആവർത്തിക്കുന്നു, ദാരിയാവേശിന്റെ കാലഘട്ടം, നെബൂഖദ്നേസറിന്റെ കാലഘട്ടം, ബെൽത്ശസ്സറിന്റെ കാലഘട്ടം, കോരശിന്റെ കാലഘട്ടം. നോക്കിക്കേ, തന്റെ മിനിസ്ട്രി ദൈവം കേന്ദ്രീകരിച്ച് ഉപയോഗിച്ചത് രാജകൊട്ടാരത്തിനകത്തായിരുന്നു.
ഇത്രയും ഹയർ ലെവലിൽ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ശോഭിച്ച മറ്റൊരാളില്ല. സ്തോത്രം. താൻ നേരിട്ട ധാരാളം പ്രതിസന്ധികൾ, 120 മന്ത്രിമാർ ഒരുമിച്ച് തനിക്കെതിരെ രേഖ ഉണ്ടാക്കി. അന്ന് രാത്രിയിലും ദാനിയേൽ സ്വസ്ഥമായി ഉറങ്ങിയത് സിംഹങ്ങളുടെ ഇടയിലാണെന്ന് മാത്രം. ആ രാത്രിയിൽ ദാനിയേൽ അറിയാതെ ഒരു രാജാവ് അവന് വേണ്ടി ഉപവസിക്കുന്നു. ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ, ഏത് നിയമം പ്രാർത്ഥിക്കുന്നവനെതിരെ ഉണ്ടായാൽ, ഞാൻ ആവർത്തിച്ച് പറയാം, കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവനെതിരെ എക്കാലും എവിടെയും പ്രതിയോഗികൾ എഴുന്നേൽക്കും, പ്രതികൂലങ്ങൾ എഴുന്നേൽക്കും, പ്രശ്നക്കാരും എഴുന്നേൽക്കും. പക്ഷേ ആ പ്രാർത്ഥനാ ജീവിതം നീ മുടക്കാതിരുന്നാൽ, പ്രാർത്ഥന നിമിത്തം എഴുന്നേറ്റ പ്രതികൂലം പ്രാർത്ഥന നിമിത്തം അഴിഞ്ഞു പോകും. പ്രാർത്ഥന നിമിത്തം എഴുന്നേറ്റ പ്രതിയോഗികൾ പ്രാർത്ഥന നിമിത്തം തകർന്നു പോകാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ പറയാറുണ്ട്, പാസ്റ്റങ്ങളെ എനിക്ക് ഫാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം, പക്ഷേ ഒരു പ്രശ്നമാണ്, എന്റെ ഉത്തരവാദിത്വങ്ങളും എന്റെ പൊസിഷനും ഒക്കെ നോക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും ഉപവസിക്കാനായിട്ടും ഒക്കെ സമയം എനിക്ക് കിട്ടുന്നത്. സ്തോത്രം. നമുക്ക് ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ എന്താ മറുപടി പറയുന്നത്? 120 പ്രൊവിൻസിന്റെ മേലധികാരിയുടെ മുകളിലാണ് തന്റെ കസേര. ഈ 120 പേരുടെയും മേശപ്പുറത്തു നിന്ന് വരുന്ന പേപ്പർ തന്റെ ചേംബറിൽ വന്ന് സൈൻ ചെയ്ത് വേണം പോകാൻ. ചുമ്മാ വായിച്ചിട്ട് ചുമ്മാ ഒപ്പിടാൻ പറ്റത്തില്ല. നല്ല ഉത്തരവാദിത്തമാണ്. രാജാവിന് നഷ്ടം വരാതെ ഇരിക്കേണ്ടതിന് താൻ ഉത്കൃഷ്ട മാനസനായി ജോലി ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പോൾ ഉപവസിപ്പാൻ നിയോഗം കിട്ടിയപ്പോൾ താൻ ഉപവസിച്ചു. അത് തന്റെ ജീവിതത്തിന്റെ ഒരു വിടുതലായി മാറി. നമ്മൾ വായിക്കുന്നു, താനെ ദാനിയേലിന്റെ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചാട്ടെ. കൽദായ രാജ്യത്തിന്റെ രാജാവായി തീർന്നവനും മേദിയ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ ജെറുസലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഉപവസിച്ചും. വെയിറ്റ് ചെയ്യണേ. ശ്രദ്ധിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകനിലൂടെ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം വഴി തീരും എന്നുള്ളത് ദാനിയേൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. അപ്പൊ തിരുവെഴുത്തിന്റെ വായനാശീലം ഈ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ദാനിയേലിന് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വായന കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ധാരാളം സർമണുകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരിക്കൽ ഒരു സ്നേഹിതൻ ഫാമിൽ ചെന്ന് പാല് മേടിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ എന്നും എന്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്നു, നീ 5 കിലോമീറ്റർ സൈക്കിളും ചവിട്ടി പോയി എന്തിനാ പാല് കൊടുക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ മേടിക്കുന്ന പാല് വെള്ളം ചേർത്ത പാലാ, ഞാൻ മേടിക്കുന്ന പാല് നേരിട്ട് കറക്കുമ്പോൾ കിട്ടുന്ന പാല് എന്ന് പറയുന്നത് പോലെ, നേരിട്ട് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ read the Bible every day, meditate the word every day, pray regularly. Praise God. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുവാൻ, അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ദൈവ ശബ്ദം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ വളരെ ക്രിസ്തുവിൽ റൂട്ടഡ് ആവും. വചനത്തിൽ വേരൂന്നിയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിന് വളർച്ചയുണ്ടാകുകയുള്ളൂ.
ക്രിസ്തുവിൽ വളർച്ച ഉണ്ടാകുകയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ വളർച്ച പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവവചനം നിങ്ങൾ വായിക്കണം. ആ ദൈവവചനം ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തോട് സംസാരിക്കുന്ന വേദഭാഗത്തിന്റെ തൊട്ടു താഴെ വരയിടണം. അത് ധ്യാനിക്കുമ്പോൾ ആ വാക്യം നിങ്ങളുടെ ഉള്ളത്തിൽ സ്പർശിക്കണമെങ്കിൽ അതിന് താഴെ ലൈൻ ഇടുക, വരയിടുക. വീണ്ടും ധ്യാനിക്കുമ്പോൾ ആ ആഴ്ചത്തേക്കുള്ള മെസ്സേജ് ആയിരിക്കാം, ആ മാസത്തേക്കുള്ള മെസ്സേജ് ആയിരിക്കാം, ആ വർഷത്തേക്കുള്ള മെസ്സേജ് ആയിരിക്കാം, ഒരായുസ് മുഴുവൻ ചിലപ്പോൾ ജീവിക്കാനുള്ള ദൈവത്തിന്റെ സന്ദേശമായിരിക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോകും, പ്രീച്ചേഴ്സ് പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോകും. പക്ഷേ ധ്യാനമുറിയിൽ നിങ്ങൾ കർത്താവുമായി സമയം ചെലവിടുമ്പോൾ ആ വചന ധ്യാനത്തിലൂടെ ദൈവം നിങ്ങളുടെ ഉള്ളത്തോട് ഇടപെടുന്ന വചനങ്ങൾ ഏത് അഗ്നിശോധനയുടെ നടുവിലും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന വചനങ്ങളായിരിക്കും. അവിടെ ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു A4 പേപ്പർ എടുക്കുക. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ എഴുതണം. വലുതായിട്ട് എഴുതണം. ഒറ്റ സെന്റൻസേ ഉള്ളൂ. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം, ഇന്ന് നീ ബൈബിൾ വായിച്ചുവോ? ഇന്ന് നീ പ്രാർത്ഥിച്ചുവോ? ഇന്ന് നീ ബൈബിൾ വായിച്ചുവോ? ഇന്ന് നീ പ്രാർത്ഥിച്ചുവോ? 2 സൈഡ് സ്റ്റിക്കർ ഉള്ളത് ഉണ്ടെങ്കിൽ അത് മേടിക്കണം. ഇല്ലെങ്കിൽ ചെറിയ ടേപ്പ് കിട്ടും, ദേശി നിങ്ങൾ പറയാം, ഏത് ടേപ്പായാലും മതി. ഈ പശയുള്ള ഭാഗം നിങ്ങൾ വെളിയിലാക്കിയിട്ട് ഇങ്ങനെ മോതിരം പോലെ ആക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം നിങ്ങൾക്ക് ഭിത്തിയില് ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, എന്നിട്ട് ഭിത്തിക്ക് വൃത്തികേടാകാതെ ഇങ്ങനെ അവിടെ ഇരുന്നു. ഓക്കെ, അപ്പൊ ടെക്നിക്ക് കിട്ടിയല്ലോ. ഓക്കെ, എഴുതിയോ? അത് കണ്ടിട്ട് ഭർത്താവിനോട് ചോദിക്കരുത്, അച്ചായൻ നിന്ന് വായിച്ചൊന്നും. അത് എഴുതാനല്ല ഞാൻ പറഞ്ഞു. ആര് വായിച്ചാലും പണ്ടൊരാൾ എഴുതി വെച്ചു, ഇന്ന് രൊക്കം നാളെ കടം. അപ്പൊ ഒരാള് അത് വായിച്ചിട്ട് മനസ്സിൽ ചിന്തിച്ചു, ഓ ഇന്നാണല്ലോ രൊക്കം, നാളെ കടം കിട്ടും. പിറ്റേ ദിവസം വന്നപ്പോൾ നോക്കിയപ്പം ഇന്ന് രൊക്കം നാളെ കടം. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി കടം ഇവിടെ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ രാവിലെ ഉണരുമ്പോ ഇത് വായിക്കണം. വായിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കണം. സ്തോത്രം. ഇത് വായിച്ചിട്ട് മതി അടുത്ത പരിപാടി, പ്രാർത്ഥിച്ചിട്ട് മതി അടുത്ത പരിപാടി. ഈ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അവർക്കൂടെ ഒരു മെസ്സേജ് തരിക, 7 ഭക്തി ഏറെ ആയാൽ 80 മാത്രം. ഇപ്പൊ ഞങ്ങളുടെ ലീലമാമ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, 10-77 വയസ്സായി. ഇനിയിപ്പോ 3 കൊല്ലം കൂടെ കഴിയുമ്പോൾ ആളടിച്ചു പോകുന്നൊന്നും പേടിക്കണ്ട. സീനിയർ വിദ്യാർത്ഥിയാ, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ചിലർ പറയും, പക്ഷേ നീട്ടാൻ പ്രാർത്ഥിക്കല്ലേ, പെട്ടെന്ന് പോണം. നല്ല സമയത്ത് ആരും എടുക്കാൻ പ്രാർത്ഥിക്കാറില്ല. ഒന്നീ സാഹചര്യങ്ങളെല്ലാം മോശമായി വരുമ്പോഴാണ്, സകല കണ്ണുനീരോടുകൂടി ഇരിക്കുമ്പോഴാണ്, എന്റെ ദൈവമേ ഒന്ന് എടുത്തോണേ. സ്വർഗത്തിൽ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. അപ്പൊ ഈ നിരാശയോടെ ഇരിക്കുന്ന ആളിനെ അന്നേരം എടുത്താൽ തമ്പുരാൻ എവിടെ കൊണ്ട് വെക്കണ്ടേ? അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ തമ്പുരാൻ പരിഹാരം തരും. തമ്പുരാൻ ഉൽപ്പത്തി 6-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം 1000-ലധികം, ഏകദേശം 1000-നുള്ളിൽ പ്രായം നിൽക്കുന്ന ആയുസ് വെട്ടിക്കുറച്ച് 120 ആക്കിയതായി നമ്മൾ വായിക്കുന്നു. 120 ആക്കി. എന്നാൽ നോഹയോട് ദൈവം പറഞ്ഞു, ഇനി മനുഷ്യന്റെ ആയുസിനെ ഞാൻ 120 ആക്കും. നോഹയ്ക്ക് 500 വയസ്സുള്ളപ്പോൾ ദൈവം നോഹ ഷേമിനെ ജനിപ്പിക്കുന്നു, ഹാമിനെ ജനിപ്പിക്കുന്നു, യാഫത്തിനെ ജനിപ്പിക്കുന്നു.
എന്നാൽ നോഹയ്ക്ക് 600 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജലപ്രളയം ആരംഭിക്കുന്നത്. ജലപ്രളയത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ശേമ് മക്കളെ ജനിപ്പിക്കുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ 120 വയസ്സ് ഒരു മനുഷ്യവർഗത്തിന് ദൈവം വെച്ചു. 500-ാം വയസ്സിൽ ശേം ജനിച്ചെങ്കിൽ 600-ാം വയസ്സിൽ ജലപ്രളയം, അപ്പൊ 100 വയസ്സായി. 2 വർഷം കഴിഞ്ഞപ്പോൾ ശേം തലമുറയെ ജനിപ്പിക്കുന്നു. പിന്നീട് 18 വർഷമേ ജീവിക്കാൻ ന്യായമായി അവസരമുള്ളൂ. പക്ഷേ നമ്മൾ തിരുവഴുത്തിൽ കാണുന്നത് 11-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ. ഉൽപ്പത്തി 11-ാം അധ്യായം 10-ാം വാക്യം. ശേമിന്റെ വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പഷാദിനെ ജനിപ്പിച്ചു. അർപ്പഷാദിനെ ജനിപ്പിച്ച ശേഷം ശേം 500 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അപ്പോൾ യഹോവ, 3-ാം വാക്യം, അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാണ്. സൗരങ്ങളെ, ഇതിനകത്തുനിന്ന് ഈ മരണഭീതി അലട്ടുന്ന ചിലര് എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്കുള്ള മെസ്സേജാ ഞാൻ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ പറയുന്നത്. ഈ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്തോത്രം. ഒരു ഡോക്ടർ പറഞ്ഞ, ഞാന് ഈ ഹോഷു കിഡ്നിയാ, എനിക്ക് ഒരു ഒറ്റ കിഡ്നി ആയിട്ടിരിക്കുന്നത്. അത് 40-45 വയസ്സ് വരെയൊക്കെ പോകത്തുള്ളൂ. ഇപ്പൊ 58 ആകും. ഇപ്പൊ മനുഷ്യൻ പലതും വിധിയെഴുതി വെക്കും. നമ്മള് എത്ര കാലം ജീവിക്കണം, എവിടെ ജീവിക്കണം, നമ്മളിലൂടെ എന്തൊക്കെ ദൈവത്തിന് ചെയ്യണം, ഇതൊക്കെ ഫിക്സ്ഡ് ആയിട്ട് ദൈവസന്നിധിയും വെച്ചിട്ടുണ്ട്. 120 സംവത്സരം എന്ന് ദൈവം നോഹയോട് പറഞ്ഞപ്പോൾ ജനറലായി ഉള്ള ഒരു നിയമമാ വെച്ചത്. പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നവനോടുള്ള ബന്ധത്തിൽ, ദൈവത്തെ അനുസരിക്കുന്നവന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ നിയമം വ്യത്യസ്തമാണെന്ന് ഇവിടെ നമ്മൾ കാണും. സേ ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പ്രായമായല്ലോ, നീ എത്ര നാൾ ഓടാനാ? എന്നെ പോലുള്ള പലരും ലോകത്തിൽ നിന്ന് പോയി, ഇനി ഞാൻ എപ്പോഴാണോ പോകുന്നേ, ഇങ്ങനെ നിരാശയുടെ ചിന്തയിൽ കാലും നീട്ടി ഇരിക്കാതെ വിശ്വാസത്തോടെ പറ, ഇനിയും എന്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ആയുസ്സുണ്ട്. ഇനിയും എന്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് എനിക്ക് ആരോഗ്യം തന്നാൽ, ആയുസ് തന്നാൽ, ബലം തന്നാൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭീതിയും വിട്ടുപോകട്ടെ, എല്ലാ മനസ്സിന്റെ അങ്കലാപ്പും ഇന്ന് രാത്രി വിട്ടുപോകട്ടെ. സ്തോത്രം. ഞങ്ങള് ഇന്നേക്കൊരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഉറുകുന്നെന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുക. ഷാരൂനിൽ ഉള്ള ഒരു തമ്പി പാസ്റ്റർ, സ്തോത്രം, അവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഏകദേശം. ഞാനിങ്ങനെ വൈകിട്ട് മെസ്സേജ് ഒരുക്കാൻ നേരം ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വേഗം കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് അവരോട് ഒരുമിച്ചാകട്ടെ. വേഗം, അവർക്ക് 3 മക്കളാണ്. അപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, തന്റെ കൂട്ടാളി മരണഭീതിയിൽ ഇരിക്കുക, നീ വേഗം ചെന്ന് അവർക്കായി പ്രാർത്ഥിക്കണം. ഞാൻ വൈഫിനോട് പറഞ്ഞു, കുഞ്ഞിനെ എടുക്ക്, നമുക്ക് പോവാം, ദൈവാത്മാവ് പറയുന്ന അനുസരിച്ച് പോയി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തമ്പിപ്പാസിനോട് ചോദിച്ചു, എന്തൊരു വിശേഷം? ഓ, എന്തോ വിശേഷമാ, ചത്തു നിനക്കുമേ ജീവിച്ചിരിക്കലും ഇങ്ങനെ പോവുക. അവള് 2-3 ദിവസം കൊണ്ട് പറയുവാണ്, ഞാൻ പോകാൻ സമയമായി. അങ്ങനെ കല്യാണ വസ്ത്രം വേണം എന്നെ അടക്കാൻ നേരം ഇടാനെന്നുള്ള വാക്കുവരെ ഇന്ന് രാവിലെ പറഞ്ഞു. ഡ്രസ്സെല്ലാം അടുക്കി, പരിസരമെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അവൾ മരിക്കും, അത് ഉറപ്പാണ്. അവൾ ഇന്ന് വരെ ദൂത് കണ്ടിട്ടുള്ളതെല്ലാം നിറവേറിയിട്ടുണ്ട്, ഇതും നിറവേറും. ഞാൻ അതുകൊണ്ട് വളരെ നിരാശനാണ്. അത് നമുക്ക് മുട്ടുകുത്താൻ പ്രാർത്ഥിക്കാം.
Praise God. ഞങ്ങൾ അല്പനേരം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ നിയോഗം നൽകി. ആ ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിന്റെ രക്തം ചെയ്യും. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവമക്കളെ, കർത്താവ് നിയോഗം തന്നപ്പോൾ ആ മരണഭീതിയെ ശാസിച്ചു. സ്തോത്രം. ഇന്ന് 10-26 വർഷമായി ആ ദൈവദാസി ഇന്നും ജീവനോടെ. ദൈവത്തിന് സ്തോത്രം. അന്ന് പോരാൻ നേരം പറഞ്ഞു, തമ്പിപ്പാസ്റ്റ് നിത്യതയിൽ പോയിട്ട് ഈ സഹോദരി മരിക്കും. എന്നേക്ക് ഒരു 4 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആ ദൈവദാസൻ മരിച്ചു. സ്തോത്രം. ആ ദൈവദാസി ഇപ്പോഴും ആരോഗ്യവതിയായി 3 കുഞ്ഞുങ്ങളെ എങ്ങനെ അയക്കും എന്ന് വളരെ നിരാശയിൽ ഭാരപ്പെട്ടെടുത്ത് അതിശ്രേഷ്ഠമായ നിലയിൽ എല്ലാവരെയും ദൈവം വിവാഹം കഴിച്ചയക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ധൈര്യത്തിനായി മെസ്സേജ് പറഞ്ഞ സമാപനത്തിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളണം, ദൈവം വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് പറ. ഉപവാസത്തിന്റെ പ്രാധാന്യത. ദാനിയേൽ എന്താണ്? ആ ദാനിയേലിന്റെ ഉപവാസത്തിലൂടെ വലിയ കാര്യങ്ങളാണ് നടന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദാനിയേലിന്റെ ഉപവാസത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ അതിമഹത്തായ ഒരു കാര്യം, തന്റെ വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള ഉപവാസം. ആ ഉപവാസ ജീവിതം പിന്നത്തേതിൽ ഒരു പ്രയർ ഗ്രൂപ്പിനെ തന്നെ ഫോം ചെയ്യാനിടയായി തീർന്നു. മാത്രമല്ല, ആ പ്രാർത്ഥനാ ജീവിതം പിന്നത്തേതിൽ തന്നെ ഉയർന്ന ലെവലിലേക്ക് തന്റെ ഓരോ പരീക്ഷണങ്ങളും കഴിയും തോറും അത് പ്രമോഷനായി മാറും. സ്തോത്രം. കൊട്ടാരത്തിനകത്ത് രാജാക്കന്മാരോട് ദൈവാലോചന പറയാൻ തന്നെ ഉപയോഗിച്ചു. എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഒരു പ്രെയർ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതം അനേകരുടെ ആശ്വാസത്തിനും അനേകരെ ധൈര്യപ്പെടുത്തുന്നതിനും സമയാസമയങ്ങളിൽ അവരോടുള്ള ദൈവശബ്ദം നിങ്ങളിലൂടെ കൺവേ ചെയ്യുന്നതിനുമൊക്കെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു മഹത്തായ സന്ദേശം കൂടെ നിങ്ങൾ തിരിച്ചറിയണം. മാത്രമല്ല, ദാനിയേലിന്റെ പ്രത്യേകത, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്, ഈ ലോകത്തിലുള്ള അനന്തര സംഭവങ്ങൾ, എസ്കറ്റോളജിക്കലായിട്ടുള്ള അന്ത്യകാല സംഭവങ്ങളെ ഒക്കെയും ദൈവം തനിക്ക് വെളിപ്പെടുത്താനിടയായി തീർന്നു. കർത്താവിനെ താൻ കാണാനിടയായി, ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ അനുഭവിപ്പാനിടയായി തീർന്നു. 21 days ഫാസ്റ്റ് ചെയ്തത് നമ്മൾ കാണുന്നു. ആ സമയങ്ങളിൽ ദൈവം തന്നോട് ഹൃദ്യമായി ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രിയ പുരുഷ, ബലപ്പെട്ടിരിക്ക എന്നുള്ളതായ പ്രത്യേക ദൈവശബ്ദം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില ചോദിക്കും, എത്ര ദിവസമാ പാസ്റ്ററെ ഞങ്ങൾ ഫാസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. ദൈവത്തിന് സ്തോത്രം. അതെ, ഒരു ദിവസം ഫാസ്റ്റ് ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. സ്തോത്രം. പിന്നെ 3 days ഫാസ്റ്റ് ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം. സ്തോത്രം. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 9-ാം വാക്യത്തിലും 3 days ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ ഈ അനാവശ്യമായ ഒരു ഉപവാസം നമ്മൾ യാബേസ് നിവാസികളെ കുറിച്ച് മനസ്സിലാക്കിയാലുണ്ട്. 1 ശമൂവേൽ 31-ന്റെ 13-ാം വാക്യത്തിലാണ് അവിടെ 7 days ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് ശൗലിനെയും ശൗലിന്റെ മക്കളുടെയും ശവങ്ങള് അവര് എടുത്തുകൊണ്ട് പോയിട്ട് അവര് അവിടെ മറവ് ചെയ്യുകയും അവിടെ വെച്ച് അവര് പിന്നീട് 7 days ഫാസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ലോർഡ്. പിന്നീട് നമ്മള് ദാനിയേലിന്റെ 10 days ഫാസ്റ്റിംഗ് നമ്മൾ കണ്ടു. പിന്നെ 14 ദിവസത്തെ ഫാസ്റ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായം അതിന്റെ 33 മുതൽ 34 വാക്യങ്ങൾ, 14 days. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിനകത്ത് അതിശക്തമായ കൊടുങ്കാറ്റും പോരാട്ടങ്ങളും ഉണ്ടായപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. സീ സിക്നസ് ആയി കാണും. ധാരാളം കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്. കടൽ ചുരുക്ക് എന്നൊക്കെ പറയും, അതിന് സീ സിക്നസ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് പോവുകയാണ്,
14 days ആയി അവര് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഷിപ്പിലുള്ള ഒരു ഉപവാസമാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ലോർഡ്. പിന്നീട് നമ്മൾ കാണുന്നത് 10-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 21 days ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ പ്രധാനമായിട്ട് 40 days ഫാസ്റ്റിംഗ് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 34:28 നിങ്ങൾക്ക് റെഫറൻസ് എഴുതി വെക്കാം. ആവർത്തന പുസ്തകം 9:9, 9:18. അവിടെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ 40 ദിവസം മോശ ഉപവസിച്ചു. ആ ഉപവാസത്തിൽ തനിക്ക് ലഭിച്ചത് അഗ്നിമയമായ പ്രമാണമാണ്. ആദ്യത്തെ താൻ 40 ദിവസം കയറിയിരുന്നപ്പോൾ തന്റെ ഭാര്യയോ മക്കളോ ആരും കൂടെ ഇല്ല. നീ നന്നാ രാവിലെ ഒരുങ്ങി പർവ്വതത്തിൽ സീനായിൽ എന്റെ അരികിൽ വന്നിരിക്കുക എന്നാണ് തമ്പുരാൻ പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ ആരാ ഫാസ്റ്റ് ചെയ്യേണ്ടത്? നിയോഗം കിട്ടിയവർ. എഴുതി വെച്ചോണം. Who can fast? When you get the inspiration of the Holy Spirit, പരിശുദ്ധാത്മാവ് നിയോഗം തരുമ്പോഴാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്. നിയോഗത്താലുള്ള ഫാസ്റ്റിംഗ് മാത്രമേ വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കും. ചിലത് പ്രാപിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കും. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, ജനത്തെ ഉപദേശിക്കേണ്ട കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളും എല്ലാം ഞാൻ നിനക്ക് തരാം. അത് മോശ ഒന്നും ചെയ്തില്ല. പലക ദൈവത്തിന്റെ പണിയും അതിൽ എഴുത്ത് ദൈവത്തിന്റെ വിരലിനാൽ എഴുതിയതുമായിരുന്നു നമ്മൾ വായിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ ചിലര് പ്രാപിക്കും. വീട്ടിലെ ഒരു വഴക്ക് കൂടി കഴിയുമ്പം വ്യർത്ഥ സംസാരവും എല്ലാം വന്നിട്ട് എല്ലാം തല്ലി പൊട്ടിച്ചങ്ങളെ. പിന്നെ സന്ധ്യയാകുമ്പോ ദേവസനയിൽ പോയിരുന്ന കാര്യം, കർത്താവെ കഴുകണേ, എല്ലാം പോയി. മിക്കവാറും കർത്താവിന് കഴുകുന്ന ജോലിയാ. അതുകൊണ്ട് പ്രധാന മക്കളെ, ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തട്ടെ. ഈ ആദ്യം പ്രാപിച്ചത് കൊണ്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുതെന്ന നിയമം മേളിൽ കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? ഇത് കണ്ടപ്പോ മോശയ്ക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. യോശുവ പറയുന്നു, യജമാനെ ഒരു ആരവാരവം കേൾക്കുന്നു, അത് ജയത്തിന്റെ ഘോഷമല്ല. സ്തോത്രം. ഈ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കാതെയും ചിന്തിക്കാതെയും പറയാറ്. മോശയെ കാണുന്നില്ല, ഞങ്ങളെ കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് പറ്റി ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് അഹരോന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഈ നടക്കുന്ന ദൈവത്തെ എങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൊ പറയുന്ന വാക്കുകൾക്ക് യാതൊരു വെളിവുമില്ലാതാ പറയുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ച് നിങ്ങൾ സംസാരിക്കണം. ആരോട് സംസാരിക്കണം? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം, കർത്താവെ ദൈവഹിതമില്ലാത്തതൊന്നും എന്റെ അതരത്തിൽ നിന്ന് വരരുത്. ദൈവഹിതമില്ലാത്തതൊന്നും കേൾക്കാൻ നിങ്ങളുടെ കാതിനെ അനുവദിക്കരുത്. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും വേറൊരാളുടെ കുറ്റം പറയാൻ, അത് കേൾക്കാൻ നിങ്ങളുടെ നാവിനെയോ നിങ്ങളുടെ കാതിനെയോ നിങ്ങൾ അനുവദിക്കരുത്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ദൈവകൃപ ചോർത്തുന്ന സുഷിരങ്ങളാണ്. അത് കേൾക്കണം. സ്തോത്രം. നമ്മൾ അളക്കുന്ന അളവിനാലാണ് നമുക്ക് വളർന്നു കിട്ടുന്നത്. അത് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. ആമേൻ. ഈ പലക തല്ലി പൊട്ടിച്ചു. തമ്പുരാൻ കാര്യം മനസ്സിലാക്കി ജനത്തിന് വേണ്ടിയുള്ള ശുഷ്കാന്തി എരിവും കൊണ്ടൊക്കെയാ ഇത് ചെയ്തത്. പക്ഷെ പ്രമാണം പോയില്ലേ? ദൈവം പണിതാണേലും നമുക്ക് പൊട്ടിക്കാം അല്ലേ? എത്രയോ പ്രാവശ്യം പ്രാപിച്ച ദൈവകൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? വീണ്ടും ഉപവസിക്കുന്നു. മത്തായി 17-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ കൂട്ടിക്കൊണ്ട് മറുരൂപ മലയിലേക്ക് പോകുന്നു. അവിടെ യേശു ക്രിസ്തുവിന്റെ മുഖം ഒരു അലക്കുകാരനും വെളുപ്പിച്ചാൽ വെളുക്കാൻ കഴിയാത്തവണ്ണം
വലിയ ശോഭയുള്ളതായി മാറി. മോശെ ഏലിയാവ് യേശുവിനോട് സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നു. അവര് തിരിച്ചിറങ്ങി വരുമ്പോൾ 9 അപ്പോസ്തലന്മാർ താഴെ നിൽപ്പുണ്ട്. വെള്ളം കാണുമ്പോൾ എടുത്തിയാടും, തീ കാണുമ്പോൾ എടുത്തിയാടുന്ന രോഗം ബാധിച്ച ഒരു മകനെയും കൊണ്ട് അപ്പം വന്ന് ഈ 9 പേരുടെ അരികിൽ, ഇവരെല്ലാം മിറക്കിൾ ചെയ്തവരാണ്, എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. ടീമിൽ 9 പേരുണ്ട്. സൗഖ്യമായോ? പറഞ്ഞാട്ടെ, സൗഖ്യമായോ? ഇല്ല. കർത്താവ് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു കൂട്ടം ജനമുണ്ട്, രോഗിയും അപ്പനും ഉണ്ട്. കർത്താവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ സുഖമാക്കണം. നിന്റെ ശിഷ്യന്മാരുടെ അരികിൽ കൊണ്ടുചെന്നു, പക്ഷെ എന്റെ മകന് സൗഖ്യമായില്ല. ഒരിക്കൽ കൃപാവരം പ്രാപിച്ചവർ ഇപ്പോൾ അത് ജ്വലിപ്പിക്കാൻ കഴിയാതെ പോയി. ഹീലിംഗ് നടന്നില്ല. റിപ്പോർട്ട് കൊടുത്തതാ, ഭൂതങ്ങൾ കീഴടങ്ങുന്നു. എന്തോ ഒരു നാണക്കേടായിപ്പോയി അവർക്ക്. ടീം വർക്ക് എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിഞ്ഞ് വെച്ചിരിക്കുമ്പോ കർത്താവിനോട് ആളുകൾ ചോദിച്ചു, കർത്താവ് എന്നാ അത് പറ്റാഞ്ഞത്? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ആ വിശ്വാസവും ഹൃദയകാഠിന്യവും നിമിത്തമാ. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എങ്കിലും ബാക്കി പറഞ്ഞാട്ടെ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി. അപ്പൊ കൃപാവരം നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ശുശ്രൂഷയുള്ളവർ കാണും, പ്രവചനാത്മാവിന്റെ ശുശ്രൂഷയുള്ളവർ കണ്ടേക്കാം, പ്രാർത്ഥന വരമുള്ളവർ കണ്ടേക്കാം, ദൈവിക രോഗശാന്തി വരമുള്ളവർ കണ്ടേക്കാം, ആളുകളെ എൻകറേജ് ചെയ്യുന്ന മിനിസ്ട്രി ഉള്ളവർ കണ്ടേക്കാം. ഡിഫറൻറ്റ്. നമ്മുടെ അവയവത്തിന് എല്ലാം വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ സഭയാം ശരീരത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തമായ ദൗത്യത്തിന് വേണ്ടി വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. പക്ഷേ അത് പ്രാപിച്ചവരാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങൾ ശോഭിക്കണം എന്ന് ഇച്ഛിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക, നിയോഗം കിട്ടുമ്പോൾ നിങ്ങൾ ഉപവസിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉപവസിച്ചിരിക്കണം. അത് നീട്ടിവെക്കരുത്. ആ നിയോഗം പിന്നീട് ദൈവം മോശയോട് പറയുകയാണ്, നീ പഴയതുപോലെ 2 കല്ല് ചെത്തിക്കൊണ്ടുപോവാ, ഞാൻ എഴുതിത്തരാം. അപ്പൊ ഒറിജിനൽ അങ്ങ് പോയില്ലയോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒറിജിനലായി പ്രാപിക്കുന്നത് കളയാതിരിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ വളരെ വില കൊടുക്കണം. കുടുംബജീവിതത്തിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, സെൽ ഗ്രൂപ്പുകളോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, എല്ലാം പ്രാർത്ഥനയും എല്ലാം ഉപവാസത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ വെക്കാൻ തയ്യാറായാൽ വലിയ ദൈവപ്രവൃത്തി കാണും. പിന്നീട് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. അവിടെ ഏലിയാവിന് ദൈവം കൊടുത്ത ഒരേ ടൈമിൽ 2 പൊതി കൊടുത്തു തമ്പുരാൻ, അല്ലേ? ആ ബലം കൊണ്ട് എന്താ നമ്മൾ വായിക്കുന്നത്? ആ ബലം കൊണ്ട് 1 രാജ 19-8 ദൈവം കൊടുത്ത അട കൊണ്ടും വെള്ളം കൊണ്ടും അവൻ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം എത്തിയെന്നാ വായിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 40 days ഫാസ്റ്റ് ചെയ്തത് നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ മിനിസ്ട്രിക്ക് ഉള്ള ആ പ്രിപ്പറേഷന് വേണ്ടി പ്രധാനമായിട്ട് മോശ, ഏലിയാവ്, യേശു ക്രിസ്തു. ചിന്തകന്മാർ പറയുന്നത് യോശുവയും 40 days ഫാസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഇവരെ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, മെഡിക്കലി വർക്ക് ചെയ്യുന്നവർക്കറിയാം, 2-3 ദിവസമൊക്കെ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആവും ബോഡി, വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങും. പക്ഷെ നിയോഗത്താൽ ഇരുന്നാൽ ഒന്നും സംഭവിക്കും. എനിക്ക് ഒരു നേരം കഴിക്കാതിരുന്ന ഭയങ്കര മൈഗ്രെയിൻ. പക്ഷെ നിയോഗം കിട്ടി ഫാസ്റ്റ് ചെയ്യാനിരുന്നാൽ എനിക്ക് ഒരു അസ്വസ്ഥത ശരീരത്തിൽ.
അതുകൊണ്ട് കർത്താവിന്റെ മക്കളെ, ഉപവാസത്തിന്റെ പ്രാധാന്യം. സ്തോത്രം. ഇനി എന്നോട് ഒരാൾ ചോദിച്ചു, മീറ്റിങ്ങിന് മുമ്പ് ലിങ്ക് ഇട്ടപ്പോഴേ ചോദിച്ചു, സിസ്റ്റർ ചോദിച്ചു, സ്നാനപ്പെടുന്നതിന് മുമ്പ് ഉപവസിക്കുന്നത് തെറ്റാണോ? സ്നാനവും ഉപവാസവും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതിനാണ് പഴയ നിയമത്തിൽ എസ്തേർ എങ്ങനെ ഉപവസിച്ചു, ദാനിയേൽ എങ്ങനെ ഉപവസിച്ചു. ഉപവാസം ആത്മനിയോഗം കിട്ടുമ്പോഴാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ, അഭിഷേകം പ്രാപിക്കാത്ത ആളുകളുണ്ട്, അവർ പ്രാപിക്കണം. വരും ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളത് പ്രാപിപ്പാൻ കർത്താവ് അവസരം നൽകട്ടെ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, എല്ലാവരും ഈ സൂം മീറ്റിംഗിൽ വരുന്നവരെല്ലാവരും വരും ദിവസങ്ങളിൽ ഏറിയ ദൈവകൃപ പ്രാപിപ്പാനിടവരട്ടെ, ഏറിയ ആത്മ നിറവ് പ്രാപിപ്പാനിടയായി തീരട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ കത്തുന്ന ഒരു വിളക്കായി തീരത്തക്കവണ്ണം, നിങ്ങളുടെ കൂട്ടായ്മയിൽ അതെ ജ്യോതിസ് പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി, ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങളുടെ ദേശത്ത്, ക്രിസ്തുവിന്റെ സുഗന്ധമായി, പ്രൈസ് ഗോഡ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഫാസ്റ്റിംഗ് എപ്പോഴാണ് എടുക്കേണ്ടത്? വചനം ധ്യാനിച്ച് വചനത്താൽ കിട്ടുന്ന ബോധ്യത്തിൽ. ഫാസ്റ്റിംഗ് എന്തിനാണ് എടുക്കുന്നത്? വിശുദ്ധമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്തിനാണ്? ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഉപവാസം. ഫാസ്റ്റിംഗ് എന്തിനാണ്? ശുഭയാത്ര കിട്ടുവാൻ, സുഖയാത്ര കിട്ടുവാൻ വേണ്ടിയാണ്. ആമേൻ. എസ്രാ ഉപവസിച്ചതുപോലെ ഉപവസിക്കുന്നത്. എന്തിനാണ് ഫാസ്റ്റ് ചെയ്യുന്നത്? ദൈവത്തിന്റെ വേലയിൽ ക്ഷീണം തട്ടുന്നത് കണ്ടാൽ അത് തിരിച്ചറിഞ്ഞ് ഉപവസിക്കണം. ദൈവജനത്തിന്റെ നിന്ന മാറാൻ ഉപവസിക്കണം. യെരൂശലേം ദൈവാലയത്തിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ആമേൻ ഇടിവുകൾ പണിയാൻ, അറ്റകുറ്റം തീർക്കാൻ, ആമേൻ അതിനുവേണ്ടി നിയോഗം കിട്ടുവാൻ ഉപവസിച്ചു. രാജസന്നദ്ധിയിൽ ആമേൻ നല്ല ജോലിയിൽ ഇരിക്കുന്ന നെഹമ്യാവ് അതെല്ലാം വിട്ടിട്ട് ലീവ് എടുത്ത് യെരൂശലേമിൽ പോയി ഒറ്റയ്ക്ക്. കർത്താവിന്റെ മക്കളെ, വേലയെ കുറിച്ചുള്ള തീഷ്ണത നിമിത്തം ഉപവാസം, പ്രാപിപ്പാനുള്ള ദാഹത്തിനായി അന്ത്യോക്യയിൽ അവർ ഉപവസിച്ചു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വലിയവ പ്രാപിക്കാൻ ഉപവസിക്കുക. കർത്താവ് നിങ്ങളോട് ആമേൻ അഭിഷേകത്തിനായി ദാഹത്തോടിരുന്ന് ഉപവസിക്കുക. കൃപാവരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. വചന വെളിപ്പാടുണ്ടാകുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദേശത്ത് ജനം നശിച്ചു പോകാതെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് വേണ്ടി രട്ടുടുത്ത് അയ്യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ കുഞ്ഞുകുട്ടികൾ ആവാലവൃദ്ധ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ എന്ന് ആഹ്വാനം നൽകി നമ്മൾ വായിക്കുന്നുണ്ട്. സോ പ്രൈസ്, നമ്മുടെ ഫാസ്റ്റിംഗ് ആമേൻ നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ആമേൻ റിലീസ് ചെയ്യുന്ന ഫാസ്റ്റിംഗ് ആയി തീരട്ടെ. ഇന്ന് പകൽ ഉപവസിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിയോഗം കിട്ടി ഉപവസിച്ച എല്ലാവരെയും കർത്താവ് ബ്ലസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എല്ലാ നുകവും ഒടിയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത്, നിങ്ങളെ അലട്ടുന്നത്, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത്, നിങ്ങളെ നിരാശപ്പെടുത്തുന്നത്, നിങ്ങളെ മുന്നോട്ട് വിടാതെ വേണം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായ എല്ലാ മേഖലകളും ഇന്ന് രാത്രിയിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഇവിടെ ആമേൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ shall we pray. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഉപവാസത്തിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഹല്ലേലൂയ. ഒരു ദേശം മുഴുവൻ വിടുവിക്കപ്പെടാൻ, ആമേൻ, ലോകരാജ്യങ്ങളിൽ ചിതറിക്കിടന്ന ജനം വിടുവിക്കപ്പെടാൻ ഒരു എസ്തേർ കുടുംബമായി ആമേൻ ഉപവസിക്കുന്നു. തന്റെ ആമേൻ തോഴിമാർ ഉപവസിക്കുന്നു. സ്തോത്രം. ഒരു രാജ്യം മുഴുവൻ വിടുവിക്കപ്പെടാൻ രാജാവ് മുതൽ ആമേൻ എന്തിനു പറയുന്ന പൂച്ചക്കുഞ്ഞു വരെയും അക്ഷരമില്ലാതെ 3 ദിവസം ആമേൻ ഉപവസിച്ചു. ദൈവപ്രവൃത്തി ആ ദേശത്ത് നടന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിൽക്കാൻ, ഇടനിൽക്കുവാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ, ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് കരയുവാൻ ആമേൻ നിശ്ചയമായും നിയോഗത്താലുള്ള ഉപവാസത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ആരംഭത്തിങ്കിൽ മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച്
നിങ്ങൾക്ക് കിട്ടിയ നിയോഗം ഒരിക്കലും മാറ്റിവെക്കരുത്. ഞാൻ ഗുജറാത്തിൽ 1988, 89, 90 അവിടെ മിഷണറി പ്രവർത്തനം ചെയ്യുമ്പോൾ, സ്തോത്രം, ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വേല ചെയ്യുമ്പോൾ അവിടെ 3 മാസത്തിൽ കൂടുതൽ ഒരു സുവിശേഷകൻ നിൽക്കാറില്ലെന്നാ കേട്ടിട്ടുള്ളത്. എന്നേക്കാൾ ശക്തന്മാരും പ്രാപ്തന്മാരുമായ ആളുകൾ അവിടെ വന്ന് കുറെ ക്ഷേത്രങ്ങൾ, കുറെ മോസ്കുകൾ, കുറെ അന്യ ആരാധനയുടെ ഒക്കെ ഒരു കോട്ടയുടെ നടുവിലാണ് ഒരു പ്രയർ ഹോം അവിടെ ഉള്ളത്. സ്തോത്രം. അവിടെ വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ചാർജെടുത്തപ്പോൾ ദൈവാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. സ്തോത്രം, ഈ വയലിൽ നീ ആയിരിക്കുന്നിടത്തോളം കാലം, സ്തോത്രം, ഉച്ചവരെ ഉപവസിച്ചു കൊള്ളുക എന്ന ദൈവശബ്ദം എനിക്കുണ്ടായി. ഉച്ചവരെ ഉപവസിച്ചു കൊള്ളുക എന്ന്. സ്തോത്രം. അതിരാവിലെ ഒരു 3:30 കഴിയുമ്പോൾ കർത്താവിനെ തട്ടി ഉണർത്തും. ഒരു 7 മണി വരെ, 3 തൊട്ട് ചിലപ്പോൾ 7 മണി വരെ, ചിലപ്പോൾ 3:30 തൊട്ട് 7:30 വരെ, ഒരു 3 മണിക്കൂറോളം അവിടെ മുഴങ്കാൽമേൽ ഈ ദൈവസന്നിധിയിൽ ഇരിക്കും. പിന്നീട് വചനം ധ്യാനിച്ച് മെസ്സേജുകൾ ഒരുക്കും. ഉച്ചയാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ 3 വർഷം ദൈവം അവരുടെ നിർത്തി. ഞാൻ അവിടെ ചെന്നപ്പോൾ പലരും പറഞ്ഞു, ഒരു നെത്തോലി പോലുള്ള ഒരു പയ്യനാണ് ഇവിടുത്തെ ഉപദേശിയായി വന്നിരിക്കുന്നത്. 3 മാസം കൊണ്ട് നമ്മൾ വലിയവന്മാരെ ഓടിച്ചു. സ്തോത്രം. ഇവന് 3 ആഴ്ച പോലും വേണ്ട. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എതിരായി നിന്ന പലരുടെയും ഭവനത്തിൽ കൊടിയ അനർത്ഥങ്ങൾ ഉണ്ടായി. അവിടം വിട്ടവര് പോയി കേട്ടോ. വെല്ലുവിളിച്ചവരെല്ലാം പോയി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്നെ ആക്കിയ സ്ഥലത്ത് നിന്ന് നിന്റെ മൂട് പുഴുവാൻ, നിന്റെ കസേര തെറിപ്പിക്കുവാൻ, നിന്റെ വരുമാനത്തെ സ്റ്റോപ്പ് ചെയ്യുവാൻ, നിന്റെ കുടുംബം ചിന്നാഭിന്നമാക്കുവാൻ, നിന്റെ തലമുറയെ ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്ന പോരികൾ ഇന്ന് രാത്രി ദൈവം റിലീസ് ചെയ്യുവാണെന്ന് പരിശുദ്ധാത്മാവിനോട് ക്ലിയറായി പറയുകയാണ്.